ഹായ് ഹലോ അസ്സലാമു അലൈക്കും. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസമായിട്ട് വീഡിയോയൊന്നും ഇടാറില്ല കേട്ടോ. ഏകദേശം 2025 തുടങ്ങിയ പിന്നെ ജനുവരി മാസം കുറച്ച് വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്തു എന്നല്ലാണ്ട് ഫെബ്രുവരിയിലായിട്ട് വീഡിയോകളൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഞാൻ വീഡിയോ ഇട്ടിട്ട് ഏകദേശം ഒരു മാസത്തോളമായി കേട്ടോ. അപ്പോൾ അതെ ഓരോ ദിവസങ്ങളും തിരക്ക് പിടിച്ച ദിവസങ്ങളായതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനോ അതല്ലെങ്കിൽ അത് എഡിറ്റ് ചെയ്യാനോ അപ്ലോഡ് ചെയ്യാനോ ഒന്നായിട്ട് സമയം കണ്ടെത്താറില്ല കേട്ടോ. ഈ ഒരു വർഷം തുടങ്ങിയ പിന്നെ എപ്പോഴും നമുക്ക് പണികൾ മാത്രമേ ഉള്ളൂ കേട്ടോ. എല്ലാ ദിവസവും ഒരുപോലെ തന്നെയാണ്, ഇന്നും തിരക്കുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഫ്രീ ആയിട്ടിരുന്നാലല്ലേ നമ്മൾ വീഡിയോകൾ എടുക്കുകയോ അല്ലെങ്കിൽ അത് അപ്ലോഡ് ചെയ്യുകയൊക്കെ ചെയ്യണത്. അപ്പോൾ അതിനായിട്ടുള്ളൊരു സമയം കിട്ടാറില്ല, പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാൻ സമയം മാറ്റി വയ്ക്കാറില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടാത്തതുകൊണ്ട് തന്നെ നമുക്ക് യൂട്യൂബിൻ്റെ ഒരു ലെവലൊക്കെ താന്ന് വരുവാണ് കേട്ടോ. ഓരോ ദിവസങ്ങളും നമ്മൾ വീഡിയോ ഇടാണ്ട് പോകുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഗ്രാഫുകളെല്ലാം താന്ന് നമ്മളിത് ഡൗൺ ആയി കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇങ്ങനെ കിടന്നാൽ ശരിയാവില്ല. ചാനൽ ഇത്രയൊക്കെ എത്തിക്കഴിഞ്ഞിട്ട്, അതായത് മോണിറ്റൈസേഷനൊക്കെ ആയ ചാനലാണല്ലോ നമ്മുടെ ചാനലിൽ. അപ്പോൾ ഇത്രയൊക്കെ എത്തിക്കഴിഞ്ഞിട്ട് ഇനി ഇതിനങ്ങോട്ട് വേസ്റ്റ് ഹോട്ടലിലേക്ക് ഇടാൻ പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞത് ഇപ്പോഴാണ് കേട്ടോ. ഈ ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ തിരക്ക് പിടിച്ച ദിവസങ്ങളും വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നിപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. ഈ വീഡിയോ ഞാൻ എടുത്തിട്ടും ഒരാഴ്ച കൂടുതലൊക്കെ ആയിട്ടുണ്ട്. അന്നാണെങ്കിലും എടുത്ത സമയത്ത് എഡിറ്റ് ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ ഇരുന്ന് ഇപ്പോഴാണ് കേട്ടോ എനിക്ക് യൂട്യൂബിൻ്റെ ആ ഒരു ലെവലിൽ എൻ്റെ ഇത് എവിടെ വരെ എത്തി എന്നുള്ള ഒരു ചിന്തയും, പിന്നെ നമുക്ക് അത്രത്തോളം താന്നു പോയി ഇനി ഇതിനെങ്ങനെ പൊക്കിക്കൊണ്ടുവരും എന്നുള്ള ഒരു കാര്യത്തിലും ആ ഒരു ചിന്തയൊക്കെ ഇപ്പോഴാണ് കേട്ടോ ഒന്ന് വന്നു തുടങ്ങിയത്. അപ്പോൾ ഇനി അങ്ങോട്ട് ഞാൻ എല്ലാ ദിവസവും ഒന്നും വീഡിയോ ഇട്ടില്ലെങ്കിലും ആഴ്ചയിൽ 3-4 വീഡിയോ ഒക്കെ ഇടാനായിട്ട് ഞാൻ ശ്രമിക്കും എന്നൊരു വിശ്വാസവും എനിക്കുണ്ട് എന്നിൽ തന്നെ. അപ്പോൾ നേരത്തെയൊക്കെ ഇങ്ങനെ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ടൈം ടേബിൾ രൂപത്തിൽ തന്നെയായിരുന്നു കേട്ടോ. രാവിലെ എണിച്ചിങ്ങാണ്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, ഉച്ചവരെ വീട്ടിലെ പണികളും ജോലികളും എല്ലാം ആയിട്ട് ഉണ്ടാകും. ഉച്ച കഴിഞ്ഞിട്ട് കിട്ടും നമുക്കൊരു ഫ്രീ ടൈം കിട്ടൂലേ, ആ ഒരു സമയത്താണ് എഡിറ്റിംഗ് ഒക്കെ കേട്ടോ. രാവിലെ നമ്മൾ ചെയ്യുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ വീഡിയോയിൽ എങ്ങനെയെങ്കിലൊക്കെ ആയിട്ട് പകർത്തി വയ്ക്കും. ആ ഒരു കാര്യങ്ങൾ തന്നെയായിരിക്കും ഉച്ചയ്ക്ക് നമ്മൾ എഡിറ്റ് ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്നതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈം ടേബിൾ ഇങ്ങനെ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് 2025 വന്നതോടുകൂടി അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് മറിഞ്ഞു കേട്ടോ. അതായത് ചക്കയുടെ സീസൺ ആയി കഴിഞ്ഞപ്പോഴേ ചക്ക വെട്ടി അരിഞ്ഞു കൊടുക്കുന്ന ഒരു ഈ ഭാഗത്തൊക്കെ എല്ലാവർക്കും ഉണ്ട് കേട്ടോ. എല്ലാ വീട്ടിലും അത് തന്നെയാണ് കേട്ടോ ഇപ്പോൾ പണി. അപ്പോൾ അത് ചെയ്യാൻ തുടങ്ങിയ പിന്നെയാണ് എനിക്ക് എൻ്റെ എല്ലാ കാര്യങ്ങൾക്കുമുള്ള സമയങ്ങൾ കിട്ടാതെയായത്. പിന്നെ ഈ വീഡിയോ ഞാൻ ബറാത്തിൻ്റെ മുമ്പ് എടുത്ത് വെച്ചേക്കണതാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ നമുക്ക് മൊത്തത്തിൽ നമ്മളൊന്ന് ക്ലീൻ ചെയ്യുമല്ലോ, നോമ്പൊക്കെ ആകുമ്പോഴത്തേക്കും ബറാത്തിൻ്റെ മുമ്പ് തന്നെ നമ്മൾ എല്ലാ സാധനങ്ങളും വീടിൻ്റെ എല്ലാ മുക്കും മൂലയും ജനലും വാതിലും കർട്ടൻ അങ്ങനെയുള്ളതൊക്കെ എല്ലാം കഴുകി പറക്കി എങ്ങാണ്ട് ഒന്ന് വൃത്തിയാക്കി എടുക്കില്ല. അപ്പോൾ ആ ഒരു ക്ലീനിങ്ങും പിന്നെ ഒരു ചക്ക വെട്ടും അതിൻ്റെ ഇടയിൽ കുരുമുളക് കൊക്കോയ് എല്ലാത്തിൻ്റെ കാര്യങ്ങളും അങ്ങോട്ട് നോക്കി എത്താൻ പറ്റുന്നില്ല. പിന്നെ വീട്ടിലുള്ള കാര്യങ്ങൾ ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും അടുക്കളയിലുള്ള എല്ലാം നമുക്ക് അങ്ങോട്ട് ചെയ്ത് തീർക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഇന്ന് ചെയ്യാൻ പറ്റാത്തത് നാളെ ചെയ്യും. അങ്ങനെ ഓരോ ദിവസങ്ങളും തിരക്ക് പിടിച്ച് അങ്ങനെ കടന്ന് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ യൂട്യൂബ് ഇങ്ങനെ താഴ്ന്ന് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ലെവൽ ഇങ്ങനെ താഴ്ന്ന് ഇത്രയും ഒരു ഇതിലേക്ക് എത്തി എന്നുള്ളത് ഞാനിപ്പോൾ ഇപ്പോഴെ തൊട്ടാണ് കേട്ടോ ചിന്തിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രാഫ് ഞാൻ ഇവിടെ കൊടുത്തേക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ ഒരു മാറ്റം മനസ്സിലാക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തേക്ക് എന്നും വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന ആ ഒരു സമയത്ത് കണ്ടോ ഈ ഒരു ലെവലിലായിരുന്നു കേട്ടോ നമ്മളെ ഗ്രാഫൊക്കെ ഉണ്ടായിരുന്നത് എല്ലാത്തിൻ്റെയും. ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഇതായി കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇടാത്തതിൻ്റെ ആ ഒരു മാറ്റം നമുക്കിപ്പോൾ കാണാനായിട്ട് പറ്റും. ഇനി എങ്ങനെ ഈ ഒരു ലെവലിലായിട്ട് ഇത് പൊക്കിയെടുക്കുമെന്ന് എനിക്ക് പോലും അറിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴാണ് എനിക്ക് ആ ഒരു ചിന്ത വന്നത് കേട്ടോ. ഇപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ വൈറ്റ് സ്റ്റുഡിയോയിൽ ഇതിൻ്റെ അവസ്ഥ. അപ്പോൾ ഈ ഒരു ലെവലിലേക്ക് അത്രത്തോളം താന്നു പോയിട്ടുണ്ട്. ഇനി നമുക്കതിനെ നേരത്തെ പോലെ തന്നെ പൊക്കിക്കൊണ്ടുവരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ശ്രമിക്കാം എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് കേട്ടോ ഇപ്പോൾ എൻ്റെ ഒരു ചിന്ത എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് യൂട്യൂബിലൊക്കെ ഇപ്പോൾ വീഡിയോ സ്ഥിരമായിട്ട് അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാരോട്, എന്നെ പോലെ തന്നെ മടി പിടിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ കാണും ഒരുപാട്. അപ്പോൾ അവരോട് എനിക്ക് ആകെ പറയാനുള്ളത് വീഡിയോ നമ്മൾ എല്ലാ ദിവസവും ഇടണം എന്ന് തന്നെയാണ് കേട്ടോ. എന്നും ഇട്ടില്ലെങ്കിലും ആഴ്ചയിൽ ഒരു 5 വീഡിയോ എങ്കിലും ചുരുങ്ങിയത് ഇടാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പം നമുക്ക് എന്നാണെങ്കിലും നമുക്കതിൻ്റെ ഒരു പ്രതിഫലം കിട്ടാണ്ടിരിക്കില്ലല്ലോ. പിന്നെയെന്ന് പറഞ്ഞാൽ എല്ലാവരും ചെയ്യും പോലെ തന്നെ നമ്മൾ ഒരുപാട് കാശ് മുടക്കിങ്ങാണ്ട് എവിടെയെങ്കിലും പോവുക, അതല്ലെങ്കിൽ അത് ഷൂട്ട് ചെയ്തെങ്ങാണ്ട് അപ്ലോഡ് ചെയ്യുമോ, അങ്ങനെ എന്തെങ്കിലും വെറൈറ്റി റെസിപ്പീസ് ആയിട്ട് നടക്കുക, അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമ്മൾ എങ്ങനെയാണോ ആ ഒരു രീതി അതുപോലെ തന്നെയാണ് ഞാൻ യൂട്യൂബിലാണെങ്കിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ എങ്ങനെയാണോ ഏത് രീതിയിലാണോ ജീവിക്കുന്നത് ആ ഒരു ഇത് തന്നെ നമ്മുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും എല്ലാം നമ്മൾ കഴിക്കുന്ന ഫുഡുകളും എല്ലാം തന്നെയാണല്ലോ നമ്മൾ വീഡിയോയിൽ ആയിട്ട് എടുക്കുന്നതും അത് തന്നെയാണ് അപ്ലോഡ് ചെയ്യുന്നതും. അപ്പോൾ ആ ഒരു ലെവലിൽ തന്നെയാണ് കേട്ടോ എന്നും. അപ്പോൾ ഉള്ള
ഉള്ളത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മളെന്നും ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നമുക്കൊരു പ്രതിഫലം നമുക്ക് എങ്ങനെയാലും കിട്ടാണ്ടിരിക്കില്ല. പിന്നെ മറ്റുള്ളവരുടെ ആ ഒരു കൊമ്പത്തേക്ക് നമുക്ക് എത്തണം എന്നൊന്നും പറഞ്ഞാൽ ചിലപ്പോൾ അത്രയൊന്നും പറ്റിയില്ലെങ്കിലും നമുക്ക് നമ്മളായിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് പറ്റും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇനിയാണെങ്കിലും വീഡിയോ ഇടണം. എല്ലാ ദിവസവും ഞാൻ വീഡിയോ ഇട്ടില്ലെങ്കിലും ഒന്നരാടം വെച്ചെങ്കിലും ഞാൻ വീഡിയോ ഇടും കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറച്ച് തിരക്കുകളൊക്കെ ആയതുകൊണ്ടാണ് എനിക്ക് ഒട്ടും വീഡിയോ ഇടാൻ പറ്റാതെ ആയത് കേട്ടോ. അപ്പോൾ ഈ ഒരു യൂട്യൂബിൻ്റെ കാര്യത്തിൽ എനിക്ക് ഒട്ടും ശ്രദ്ധിക്കാൻ പറ്റാതായത് ഇതാണ് കേട്ടോ. ഇപ്പോൾ അതേ ഇక കോഴിക്കൂട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ വിറക് നോമ്പൊക്കെ ആകുമ്പോഴത്തേക്കും റമദാനിൻ്റെ മുമ്പ് തന്നെ നമുക്ക് ഇത്രയും ചൂടും ഈ കൊടും വേനലിലുള്ള നോമ്പൊക്കെ ആകുമ്പോൾ നമുക്ക് ബാക്കിയുള്ള പണികളൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്കും വിറകൊക്കെ ഇറക്കി ഇങ്ങോട്ടെല്ലാം ഒതുക്കി പറക്കി വെക്കുക. പിന്നെ വീട് ക്ലീനിങ് എല്ലാ കാര്യങ്ങളും ഈ ഒരൊറ്റ മാസത്തിലായിരുന്നു കേട്ടോ എല്ലാം വന്നത്. അതുകൊണ്ടാണ് ഇത്രയ്ക്കും അങ്ങോട്ട് ഇതായി പോയത്. അപ്പോൾ ഇനിയാണെങ്കിലും എല്ലാം കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് കറക്റ്റായിട്ട് നായി കഴിഞ്ഞാൽ നമുക്ക് പഴയ ഒരു ലെവലിലേക്ക് തന്നെ നമ്മൾ ടൈം ടേബിൾ പോലുള്ളൊരു ജീവിതം പോലെയല്ലേ. രാവിലെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നു, മക്കളുടെ കാര്യങ്ങൾ നോക്കുന്നു, അവരെല്ലാം സ്കൂളിലൊക്കെ പോയി കഴിയുമ്പോൾ അടിക്കൽ തുടക്കൽ വാരൽ എല്ലാം കഴിഞ്ഞ് ഉച്ചയാകുമ്പോൾ ഒന്ന് ഫ്രീ ആകും. ആ ഒരു സമയത്ത് നമുക്ക് വീഡിയോ എഡിറ്റിങ് അപ്ലോഡിങ് ആ ഒരു ലെവലിൽ തന്നെയാണ് കേട്ടോ നേരത്തേക്ക് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ പെട്ടെന്നുള്ളൊരു മാറ്റം മാറി മറിച്ചിലൊക്കെയാണ് എല്ലാത്തിൻ്റെയും കാരണം കേട്ടോ. അപ്പോൾ ആ ഒരു ലെവലൊക്കെ ഇപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് ലെവലായി വന്നിട്ടുണ്ട്. പിന്നെ കുരുമുളക് പാറ്റാനുണ്ടായിരുന്നു, ചിലപ്പോൾ ഇടയ്ക്കൊക്കെ ദിവസങ്ങളിൽ ഉണക്കാനുണ്ടാകും. പിന്നെ കൊക്കോയുടെ കാര്യമാണെങ്കിലും പിന്നെ അതുപോലെ തന്നെ ചക്ക അരിഞ്ഞ് കൊടുക്കൽ. അപ്പോൾ എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് സെറ്റായിട്ട് വരാത്തതുകൊണ്ടാണ് കേട്ടോ എല്ലാ ദിവസവും കറക്റ്റായിട്ട് വീഡിയോ ഇടാണ്ടിരുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഒതുങ്ങിയായിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് വീട്ടിലെ പണികൾ കഴിച്ചിട്ട് ബാക്കിയുള്ള സമയത്ത് ഞാൻ വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി പറ്റും പോലെ തന്നെ യൂട്യൂബിൽ വീണ്ടും പഴയതുപോലെ തന്നെ അങ്ങോട്ട് വീഡിയോകളൊക്കെ ഇട്ട് പഴയ ഒരു രീതിയിൽ തന്നെ ആവണം എന്നുള്ളൊരു ചിന്ത ഇപ്പോഴാണ് കേട്ടോ വന്നത്. ഇത്രത്തോളം വൈറ്റി സ്റ്റുഡിയോയിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റുമല്ലോ. ഇപ്പോൾ ഏതൊരു കുഞ്ഞ് യൂട്യൂബർ ആണെങ്കിലും അവർക്ക് പോലും നമുക്ക് നമ്മുടെ കാര്യങ്ങൾ എങ്ങനെ പോകുന്നു, അതല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിൻ്റെ ലെവൽ എങ്ങനെ പോകുന്നു എന്ന് നമുക്ക് വൈറ്റി സ്റ്റുഡിയോയിൽ നമുക്ക് അറിയാനായിട്ട് പറ്റുമല്ലോ. അപ്പോൾ ഇനി അങ്ങോട്ട് വീഡിയോകളൊക്കെ കറക്റ്റായിട്ട് ഉണ്ടാകും കേട്ടോ. അപ്പോൾ നേരത്തേക്ക് സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ പറിച്ച് ഈ ഒരു മാസത്തോളമൊക്കെ ആയി കഴിഞ്ഞ മുളകുകളൊക്കെ പാറ്റലും എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ മുളക് വിൽക്കലും എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യണ ഒരു സമയത്ത് ഇന്നത്തെ ദിവസമാണ് കേട്ടോ മുളക് വിറ്റത്. അപ്പോൾ ഇനി അടുത്തത് മുളക് പറിക്കാനായിട്ട് പോണത് ചാന്തമ്പാറയാണ്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ടേക്ക് മുളക് കൊണ്ടുവരാനൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ പാറ്റാനായിട്ടുണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്തും ഇതുപോലെ ചിലപ്പോൾ ഒന്ന് സ്റ്റെക്കായി പോകും കേട്ടോ. ഇത് കണ്ടോ, ഇത്രയ്ക്കും തിരക്ക് പിടിച്ചു പോയി എന്നുള്ളത് ഞാനിപ്പോൾ ഇപ്പോഴായിട്ട് ചിന്തിക്കുന്നത്. ആ ഒരു മത്തങ്ങ അവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് എത്ര മാസമായെന്ന് പോലും കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. അത് വിളയിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു മത്തങ്ങ മാത്രം നമ്മൾ വിളയിച്ച് നന്നായിട്ട് പഴുത്ത് പാകുകയും അങ്ങനെ വിളഞ്ഞ് ഇരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് വിളയിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് അതിന് പോലും ഒരു സമയം കിട്ടാത്തൊരവസ്ഥയാണ് കേട്ടോ. നമുക്ക് സ്വസ്ഥമായിട്ട് ഇരുന്നങ്ങാണ്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ സ്വസ്ഥമായിട്ട് ഉണ്ടാക്കാനും സമയം വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതവിടെ ഇങ്ങനെ ഇരുന്നിരുന്നതിന് ഇതുവരെയായിട്ടും അതായില്ല കേട്ടോ. ഇനി എന്തായാലും നോമ്പൊക്കെ അടുത്ത് വരില്ല. അപ്പോൾ അതിൻ്റെ മുമ്പ് എന്തായാലും അത് ഉണ്ടാക്കി കഴിക്കണം. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ ഞാൻ വീഡിയോ എടുത്തത് ഉച്ച തൊട്ടാണ് കേട്ടോ. ചക്ക അരിയലൊക്കെ കഴിഞ്ഞ് ഏകദേശം എല്ലാ ദിവസവും ചക്ക അരിഞ്ഞങ്ങാണ്ട് ഒരു 1:30-2 മണിക്കുള്ളിൽ അവർ എടുക്കാനായിട്ട് വരും കേട്ടോ. അപ്പോൾ അതിൻ്റെ മുമ്പ് തന്നെ രാവിലെ എണിച്ചങ്ങാണ്ട് ഉച്ചയ്ക്കും വൈകുന്നേരത്തേക്കുള്ള ഫുഡ് എല്ലാം വെളുപ്പിന് 4 മണിക്ക് എണിച്ച് കഴിഞ്ഞാൽ എല്ലാം ഞാൻ ചെയ്ത് റെഡിയാക്കി വെക്കും. അപ്പോൾ ഇന്നിപ്പോൾ ഇതേ രാവിലെ എണിച്ച് കഴിഞ്ഞപ്പോൾ താമസിച്ചു കേട്ടോ. എല്ലാ സമയത്തും ഇങ്ങനെ പണിയാകുമ്പോൾ ഭയങ്കരമായിട്ട് ക്ഷീണമായി പോകും. രാവിലെ അലാറം അടിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അറിയുക പോലും ഇല്ല കേട്ടോ. അങ്ങനെ ഇന്ന് താമസിച്ചതുകൊണ്ട് തന്നെ പിന്നെ കറിക്കാണെങ്കിലും ഒന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഉച്ചയ്ക്ക് ഇന്നിപ്പോൾ ഇച്ചിരി രസം ഉണ്ടാക്കി മുട്ടയും കൂടെ വറുത്തങ്ങാണ്ട് ചോറ് കഴിക്കാനായിട്ട് തുടങ്ങണം കേട്ടോ. അല്ലെങ്കിൽ എല്ലാ ദിവസവും രാവിലെ കറിക്ക് നേരത്തെ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം രാവിലെ തന്നെ എല്ലാം ചെയ്ത് റെഡിയാക്കി വെക്കും കേട്ടോ. കാരണം നമ്മളെ പണികളൊക്കെ കഴിയുമ്പോൾ നമുക്കൊരു വിശപ്പുണ്ടാകും. ആ സമയത്ത് കഴിക്കാൻ തോന്നുമ്പോൾ ആ ഒരു സമയത്ത് ഉണ്ടാക്കില്ല നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യം നേരത്തെ തന്നെ ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ അതേ വിറകൊക്കെ അടുക്കി വയ്ക്കാനുണ്ട്, അടുക്കിപ്പറക്കി വെക്കണം. അപ്പോൾ ഇത്രയൊക്കെ ആക്കി വെച്ചു കേട്ടോ. കുറേ ആയി, ഒരു മാസത്തിൻ്റെ മുകളിലായിട്ടോ വിറകൊക്കെ തീർന്നിട്ട്. അപ്പോൾ ഇപ്പോൾ അതേ നോമ്പിൻ്റെ മുമ്പ് എല്ലാം ഒതുക്കി പറക്കി റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. ഈ വീഡിയോ ഞാൻ എടുത്തിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അറിയാം, നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ മേടിച്ചിട്ട് ഇപ്പോൾ ഒരു 1.5 മാസമൊക്കെ ആയിട്ടോ. 1.5 മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 2 മാസത്തിൻ്റെ അടുത്തായിട്ടോ. ഒരു 30-ാം തീയതി ആയിരുന്നു കോഴീനെ മേടിച്ചത്. അപ്പോൾ ഈ ഒരു 30-ാം തീയതി വരുമ്പോൾ 2 മാസം പൂർത്തിയാകും കേട്ടോ. അപ്പോൾ അവർക്ക് കോഴിക്ക് കൂടുണ്ടായില്ല കേട്ടോ. നേരത്തെ നമ്മൾ ഉണ്ടായിരുന്ന കോഴികൾക്കുള്ള താൽക്കാലിക ഒരു കൂട് മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ ആ കൂട് ഇതുപോലെ തന്നെ വിറകിറക്കിയ സമയത്ത് അതിൻ്റെ ഫ്ലൈവുഡും ഷീറ്റും പിന്നെ കുറച്ച് വീതിയുള്ള പലകയും എല്ലാം കൂടെ വെച്ചെങ്ങാണ്ട് നമ്മൾ തന്നെ തട്ടിക്കൂട്ടുണ്ടാക്കിയ വാപ്പിച്ചിയും ഇക്കായും കൂടെ ഉണ്ടാക്കിയ ഒരു കോഴിക്കൂടായിരുന്നു. ഇപ്പോൾ ആ കോഴിക്കൂടിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഫുള്ളും ചെതിൽ കയറി തുടങ്ങി. മുകൾ വശമാണെങ്കിൽ വെയിൽ കൊണ്ടുകൊണ്ട് അതിൻ്റെ ഫ്ലൈവുഡൊക്കെ ഇങ്ങനെ പൊളിഞ്ഞ് പോളയായിട്ട് ഒക്കെ പൊളിഞ്ഞു പോയി കണ്ട് തീർന്നു കേട്ടോ. അപ്പോൾ ഒരു മഴ പിടിച്ച് കഴിയുമ്പോൾ ഇനി അതിൻ്റെ പുറത്ത് വെള്ളം ഫുള്ളും താഴത്തേക്ക് ഇറങ്ങണ ഒരു രീതിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കോഴിക്കൂട് മൊത്തത്തിൽ പൊളിച്ചെങ്ങാണ്ട് ഇപ്പോൾ കമ്പിയുടെ നെറ്റ് വെച്ചെങ്ങാണ്ട് ഒരു കോഴിക്കൂട് അടിച്ചുണ്ടാക്കണതാണ് കേട്ടോ.
പിന്നെ വിറകൊക്കെ ഇതേ എല്ലാം ഒതുക്കി പറക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളെ കോഴിക്കോട് സെറ്റായ സ്ഥിതിക്ക് ഈ ഒരു നെറ്റും വലയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഇതിൻ്റെ അകത്താണ് കേട്ടോ ഇത്രയും ദിവസം നമ്മൾ കോഴീനെ വളർത്തിക്കൊണ്ടിരുന്നത്. അതായത് പകൽ സമയത്ത് അയച്ചു വിട്ട് കഴിഞ്ഞാൽ ഇവിടെ മൊത്തം കീരിയാണ് കേട്ടോ. അപ്പോൾ കീരി പിടിച്ചുകൊണ്ടിരിക്കും. എന്നാൽ തന്നെ ഇപ്പോൾ 2 കോഴീനെ 10 കോഴി കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ 2 കോഴീനെ കീരി കൊണ്ടുപോയി കേട്ടോ. നമ്മൾ കുറച്ച് സമയത്തൊക്കെ ഇങ്ങനെ അയച്ചു വിട്ട് കഴിഞ്ഞാലും ആ ഒരു സമയത്ത് നമ്മൾ കണ്ണ് വെട്ടിച്ച് അവർ പിടിച്ചുകൊണ്ട് പോകും കേട്ടോ. അപ്പോൾ അവിടെ പുറത്തടുക്കി വെച്ചിരുന്ന വിറക് കൂടാതെ തന്നെ കുറച്ച് കഷ്ണങ്ങളൊക്കെ ആയിട്ടുള്ള വിറകൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അടുപ്പിൻ്റെ അടിയിലിട്ട് വെച്ചു കേട്ടോ. അപ്പോൾ ഇതാനായിട്ട് നമ്മൾ കോഴിക്കോട്. ഇത് കണ്ടോ. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കോഴികളൊക്കെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ, മേടിക്കുകയൊന്നുമില്ല, അങ്ങനെ എങ്ങാനും തോന്നുകയാണെന്നുണ്ടെങ്കിൽ മുകളിലേക്ക് നമുക്ക് ഇതുപോലെ തന്നെ ഒരു കൂട് അടിച്ചുണ്ടാക്കി എടുക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ആ ഒരു ലെവലിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കോഴിയുടെ വേസ്റ്റ്, അതായത് കോഴിയപ്പി ചാടുന്ന അവിടെ നമുക്ക് എന്തെങ്കിലും ചാക്കൊക്കെ ഇട്ടുങ്ങാണ്ട് ആഴ്ചയിൽ മാറ്റി കൊടുക്കണം. ഒരു എന്തെങ്കിലുമൊക്കെ സംവിധാനമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു 2 തട്ടായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെയാണെങ്കിൽ ഇങ്ങനെ വിശാലമായിട്ടുള്ള കൂട് ഉണ്ടാക്കുമ്പോൾ നമുക്കങ്ങനെ തുറന്നു വിട്ടുങ്ങാണ്ട് കോഴിക്ക് തീറ്റ കൊടുക്കണമെന്നില്ല. നമുക്ക് എല്ലാ സാധനങ്ങളും വെച്ച് കൊടുക്കാനും എല്ലാത്തിനുള്ള സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ കോഴിക്ക് ഡോറും പിടിപ്പിച്ചേക്കണത്. കോഴിക്കൂടിൻ്റെ ഡോറ് പിടിപ്പിച്ചേക്കുന്നത് ഇച്ചിരി വലുതായിട്ടാണ് കേട്ടോ. അകത്തേക്ക് നമ്മളൊരു ബേസണ് അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വലിയ പാത്രങ്ങളൊക്കെ വെച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു ടൈപ്പിൽ തന്നെയാണ് കേട്ടോ നമ്മൾ കോഴിക്കൂടിൻ്റെ വാതിലും വെച്ചിട്ടുള്ളത്. പിന്നെ അതേ ഇത്രയും മുളകുകളൊക്കെ പാറ്റാൻ വേണ്ടിയിട്ട് എടുത്തിട്ടേക്കണെയാണ് കേട്ടോ പുറത്തേക്ക്. അപ്പോൾ ഇനി മുളകുകളൊക്കെ പാറ്റി എടുത്ത് വയ്ക്കാനുള്ളതാണ്. വീഡിയോ എടുത്ത് അന്ന് നമുക്ക് ഇത്രയും പണികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് എഡിറ്റ് ചെയ്ത് അന്ന് നമ്മൾ മുളക് ഫുള്ളും കൊണ്ടുപോയി വിൽക്കുന്ന അന്നാണ് കേട്ടോ ഞാൻ ഈ ഒരു എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കോഴിക്ക് വാഴ അരിഞ്ഞ് വെച്ചേക്കണയാണ് കേട്ടോ. ഇത് രാവിലെ തൊട്ട് വാഴ അരിഞ്ഞങ്ങാണ്ട് കൂട്ടി ഇതുപോലെ വെക്കും. എന്നിട്ട് കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കും കേട്ടോ. വാഴ മാത്രമല്ല, വാഴയ്ക്കകത്ത് നമ്മളിപ്പോൾ തണ്ണിമത്തനൊക്കെ കഴിക്കാൻ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതിൻ്റെ തൊണ്ട് വേസ്റ്റാക്കി കളയണ്ടല്ലോ. അതാകുമ്പോൾ കോഴി കഴിച്ചോളും. ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ. പിന്നെ അമൃതപ്പൊടി കൊണ്ടുവരുമ്പോൾ അതും കുറച്ച് മിക്സാക്കി കൊടുക്കും. പിന്നെ ഗോതമ്പൊക്കെ ഉള്ളപ്പോഴാണെങ്കിൽ അത് എല്ലാം കൂടെ മിക്സാക്കി കൊടുത്തിട്ട് അങ്ങനെയാണ് കേട്ടോ കോഴിക്ക് ഫുഡ് കൊടുക്കുന്നത്. കോഴിത്തീറ്റയും കൊടുക്കും, ഇടയ്ക്ക് വെച്ചങ്ങാണ്ട് കോഴിത്തീറ്റയും കൊടുക്കും. 2-3 നേരം കോഴിത്തീറ്റയും കൊടുക്കും കേട്ടോ. അങ്ങനെ ദേ മുളക് പാറ്റലൊക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ചാക്കുകെട്ടുകളൊക്കെ പെരക്കകത്തേക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ ഇക്ക പണി കഴിഞ്ഞ് വന്നിട്ട് വേണം കേട്ടോ. അപ്പോൾ ഇക്ക പുറത്ത് മുളക് പറിക്കാനായിട്ട് പോയേക്കണെയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വേണം കേട്ടോ. അപ്പോൾ കോഴികൾ കണ്ടോ, നമ്മൾ ഫുഡൊക്കെ കൊടുത്തെങ്ങാണ്ട് വയറൊക്കെ നിറഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നെറ്റിൻ്റെ അകത്ത് അങ്ങനെ വലിയ ബഹളമൊന്നും ഇല്ലാണ്ട് എങ്ങനെ ഇരുന്നോളും. അല്ല, കഴിക്കാൻ കൊടുക്കാതെ നമ്മളങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ പാഞ്ഞ് വലയൊക്കെ കൊത്തിപ്പൊളിച്ച് പുറത്തേട്ട് ചാടാനുള്ള ശ്രമത്തിലായിരിക്കും കേട്ടോ. അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കണ്ടോ വാഴയാണ്. ഇങ്ങനെ നമ്മൾ എവിടെന്നെങ്കിലുമൊക്കെ വഴിയിൽ നിന്നൊക്കെ പോകുമ്പോഴൊക്കെ ആണെങ്കിലും കേട് പിടിച്ച് കിടക്കണം വാഴയൊക്കെ കാണുമ്പോൾ അതൊക്കെ എടുത്ത് വണ്ടിയിലിട്ട് കയറ്റിക്കൊണ്ടിരും കേട്ടോ. അപ്പോൾ വണ്ണം കുറഞ്ഞ വാഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ഒരു ദിവസത്തേക്ക് വേണ്ടി വരും. വണ്ണം കൂടുതലുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു വാഴ 2 ദിവസത്തേക്ക് ആയിട്ടൊക്കെ അരിഞ്ഞു കൊടുക്കും കേട്ടോ. അപ്പോൾ അവർ കഴിക്കുന്നതിനനുസരിച്ചാണ് ഫുഡ് കൊടുക്കുന്നതൊക്കെ. ഇതിപ്പോൾ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വാഴ അരിഞ്ഞതും പിന്നെ അതേപോലെ തന്നെ നമ്മൾ തണ്ണിമത്തങ്ങ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ളതൊക്കെ കാമ്പൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ പുറത്തുള്ള തൊണ്ട് 1-2 ദിവസം കൊണ്ടൊക്കെ അരിഞ്ഞു കൊടുക്കും കേട്ടോ. അങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കുമ്പോൾ അവർക്ക് കൊത്തി കഴിക്കാൻ പറ്റുന്ന അത്രയും കഴിക്കുകയുള്ളൂ. അരിഞ്ഞിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ വേസ്റ്റ് വരാനില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ അതേ നെറ്റൊക്കെ പൊളിച്ച് പുറത്തിറങ്ങാനുള്ള ശ്രമത്തിലാണ് കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് ഫുഡ് വെച്ച് കൊടുക്കും. അപ്പോൾ അവരവിടെ കഴിച്ച് അവിടെ ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ ഞാൻ മുളക് പാറ്റിൻ്റെ ഇടയ്ക്ക് അവർ പുറത്തേക്ക് ആയിട്ട് പറന്നിറങ്ങാനായിട്ട് നോക്കിയപ്പോഴാണ് ഞാൻ ഇടയ്ക്ക് ഫുഡ് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇപ്പോഴത്തെ വിശേഷങ്ങളെന്ന് പറയുമ്പോൾ. അപ്പോൾ ഓരോ ദിവസവും ഇതുപോലെയുള്ള തിരക്കുകൾ കാരണം തന്നെ എനിക്ക് വീഡിയോകളൊന്നും കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റാത്തത്. അപ്പോൾ ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും ഞാൻ വീഡിയോ ഇട്ടില്ലെങ്കിലും 1-2 വെച്ചെങ്കിലും വീഡിയോ ഇടാനായിട്ട് ഞാൻ ശ്രമിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതേപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി ഇതിൽ നല്ല വീഡിയോ ആയിട്ട് വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.